നമസ്കാരം. പണത്തിന് ആവശ്യമില്ലാത്തവരായി ആരുമില്ല. എത്ര പണം നിങ്ങൾക്ക് ലഭിച്ചാലും അത് പോരാ എന്ന തോന്നൽ ചില വ്യക്തികൾക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇത് മനുഷ്യ സഹജമായ ചിന്ത തന്നെയാണ്. ഇതിനാൽ തന്നെ പലരും പണം ഉണ്ടാക്കുവാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ്. ഇതിനാൽ ജീവിതത്തിൽ വരുന്നത് പലപ്പോഴും വലിയ നഷ്ടങ്ങളാകാം, ഒരിക്കലും തിരികെ ലഭിക്കാത്തതായ നഷ്ടങ്ങളാകാം. എന്നിരുന്നാലും പണത്തിന് പണം തന്നെ ആവശ്യമാണ്, അല്ലെങ്കിൽ അനിവാര്യമാകുന്നു. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരും ജീവിതത്തിൽ പണത്തിനായോ അല്ലെങ്കിൽ ധനത്തിനായോ ഞാൻ ഈ പരാമർശിക്കും വിധം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. പെട്ടെന്ന് തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും സാമ്പത്തിക പ്രതിസന്ധികൾ അകലുവാനും ഇതിലൂടെ സാധിക്കുന്നതുമാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ എഴുതി ഏവരും വന്ദിക്കുവാൻ ശ്രമിക്കുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം പരാമർശിക്കുന്നത് ദിവസത്തെക്കുറിച്ചാണ്. ഈ ദിവസങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങൾ, ഈ 2 ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് ഏറെ സവിശേഷമായ ദിവസങ്ങളാകുന്നു. ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷം ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ചും എന്ത് സൽക്കർമ്മം, അതായത് ദാനധർമ്മങ്ങൾ മറ്റും ചെയ്യുവാൻ ഉത്തമമായ ഒരു ദിവസം കൂടിയാണ് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഉത്തമമായ ദിവസങ്ങളായി തന്നെ പരാമർശിക്കപ്പെടുന്ന ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലാണ് ഇനി പറയുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുപ്പിച്ച് 4 ആഴ്ച, അതായത് 8 ദിവസങ്ങളിൽ ഇനി പറയും പോലെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യണം എന്ന കാര്യം പ്രധാനമായും നിങ്ങൾ ഓർക്കുക. ഇനി പരാമർശിക്കുന്നത് സമയത്തെക്കുറിച്ചാകുന്നു. 2 ദിവസവും വ്യത്യസ്തമായ സമയത്താണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ചെയ്യുന്നത് എങ്കിൽ അതിരാവിലെ, അതായത് വെളുപ്പിന് 5:30 മുതൽ രാവിലെ 6:30 വരെയുള്ള സമയത്തിനിടയിൽ ചെയ്യണം. 5:30 മുതൽ 6:30 വരെയുള്ള സമയത്തിനിടയിൽ. വെള്ളിയാഴ്ചയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ രാത്രി 8:30 മുതൽ രാത്രി 9:30 വരെയുള്ള സമയം. ഈ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കാര്യം ചെയ്യണം. കാരണം ഈ സമയം ഏറ്റവും വിശേഷപ്പെട്ടതായ സമയമാണ്, ശുക്രഹോര സമയമാണ്. അതിനാൽ അത്രമേൽ പ്രാധാന്യം ഈ സമയത്തിനുണ്ട്. ഈ സമയമാണ് ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായി ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്നാണ് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുക. അലാറം വച്ചാണ് എങ്കിലും അതിരാവിലെ ഉണർന്ന് ഈ കാര്യം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കണം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ശരീരശുദ്ധി മാത്രം മതി എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പൂജയോ മന്ത്രമോ ഈ സമയം ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുമ്പോൾ അനിവാര്യമല്ല എന്നതാണ് വാസ്തവം. അന്നേ ദിവസം ലഹരി, മത്സ്യം, മാംസം എന്നിവ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക. ഇനി ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തേതായത് പാത്രമാണ്. പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യമുണ്ട്. മൂടിയുള്ള പാത്രമായിരിക്കണം. എന്നാൽ ഒരിക്കലും നോൺ വെജ് ആഹാരം പാചകം ചെയ്തതോ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതോ ആയ പാത്രമാകാൻ പാടുള്ളതല്ല. പുതിയ പാത്രം തന്നെയാണ് ഉത്തമം. കടുക്, പാത്രത്തിന്റെ 1/4 ഭാഗം വരെ നിറയും അത്രയും കടുകാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിനായി പ്രത്യേകം വാങ്ങിയ കടുകാണ് നാം ഉപയോഗിക്കേണ്ടത്. വീട്ടിലെ ആവശ്യത്തിനായി വാങ്ങിയവ അല്ലെങ്കിൽ അതിൽ നിന്നും എടുത്തതായ കാര്യങ്ങൾ, അതായത് കടുക് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ കടുക് പിന്നീട് ഇത്തരം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ പുതിയ കടുക് തന്നെ വാങ്ങുന്നതാണ് ശുഭം. ഇനി ആവശ്യമായിട്ടുള്ളത് 5 രൂപയുടെ നാണയമാണ്. 8 നാണയം വേണം. എന്നാൽ ഈ 8 നാണയവും കഴുകി തുടച്ചവയായിരിക്കണം. ആ കാര്യത്തിനും പ്രാധാന്യം വേണം. ഇനി എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം.
വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യാം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഇപ്പോൾ ചൊവ്വാഴ്ച ആരംഭിക്കുമ്പോൾ രാവിലെ അഥവാ വെളുപ്പിന് 5:30 മുതൽ 6:30 വരെയുള്ള സമയത്ത് ഈ പാത്രത്തിൽ കടുക് നിറയ്ക്കുക. ശേഷം പുറത്തു നിന്നും കാണാത്ത വിധം ഇതിൽ 5 രൂപയുടെ നാണയം വയ്ക്കുക. ശേഷം വെള്ളിയാഴ്ച രാത്രി 8:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് വീണ്ടും 5 രൂപ നാണയം ഇതേപോലെ കടുകിനുള്ളിൽ മറച്ചു വയ്ക്കുക. ഇങ്ങനെ 4 ആഴ്ച ചെയ്യുക. ഇപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾ ആരംഭിച്ചാൽ 4 ആഴ്ച കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച ഈ കടുകിൽ നിന്നും നാണയം നിങ്ങൾക്ക് പുറത്തെടുക്കാം. ഈ നാണയം വീണ്ടും കഴുകി ഈ കർമ്മത്തിന് തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അതിന് തുല്യമായ രൂപ, അതായത് 40 രൂപ അർഹരായവർക്ക് ദാനമായി നിങ്ങൾ നൽകണം. പണമായി തന്നെ വേണം എന്നില്ല. അതെന്തെങ്കിലും വസ്തുക്കളോ ഭക്ഷണമോ അത്തരത്തിൽ നിങ്ങൾക്ക് 40 രൂപ നിങ്ങൾക്ക് ദാനമായി നൽകാം. ഇപ്രകാരം ചെയ്താൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ധനം നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദാനമായി നൽകാം, അന്നദാനത്തിനായി നൽകാം. അന്നദാനത്തിന്റെ ഭാഗമാവുക, അത് ഏറ്റവും വിശേഷമാണ്. ഇനി എവിടെയാണ് ഈ കാര്യം സൂക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. പുരുഷന്മാരാണ് ചെയ്യുന്നത് എങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കാം. സ്ത്രീകളാണ് എങ്കിൽ ശുദ്ധിയോടെ അടുക്കളയിൽ തന്നെ സൂക്ഷിക്കുക. എന്നാൽ ഒരു കാരണവശാലും ബെഡ്റൂമിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. മാസമുറ സമയം കുളിച്ച ശേഷം ഇപ്രകാരം പണം വയ്ക്കാം. എന്നാൽ 4 ആഴ്ചയ്ക്ക് ശേഷം എടുക്കുന്ന സമയം മാസമുറ എങ്കിൽ 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 3 മാസം വരെ കടുക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ ആവശ്യത്തിന് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ 3 മാസത്തിന് ശേഷം നിങ്ങൾ ആരും ചവിട്ടാത്ത ഇടത്ത് ഇത് ഒഴുക്കി കളയുക. എന്നാൽ 3 മാസങ്ങൾക്ക് ശേഷം ആരും ചവിട്ടാത്ത ഇടത്ത് ഈ കടുക് കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴുക്കി കളയാവുന്നതാണ്, അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ കളയാവുന്നതുമാണ്. ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ, പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യുന്നതിലൂടെ ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഈ കാര്യം പുറത്ത് ആരോടും പറയുവാൻ പാടുള്ളതല്ല. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ വേണ്ടപ്പെട്ട വ്യക്തികളോടോ ഈ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പുറത്ത് പറയരുത്. പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നീണ്ടു പോകാവുന്നതാണ്. പൂർണ്ണ വിശ്വാസമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഇനി അഥവാ മുടങ്ങുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ സമയത്ത് തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. ഫലസിദ്ധി കൈവരിക്കുവാൻ സമയമെടുത്തു എന്ന് വരാം. അതിനാൽ മുടങ്ങാതെ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. മുടങ്ങിയാലും വീണ്ടും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും ശ്രമിക്കണം. മുടങ്ങാതെ തന്നെ ചെയ്യുവാൻ ഏവരും മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക.